പ്രശാന്ത്, ഈ പ്രതികളെ ഇറക്കി വിട്ട് പോലീസ് നാട്ടിലുള്ളവരെയെല്ലാം കൊല്ലിക്കുകയാണോ ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ചെന്താമര ഇറങ്ങി കുടുംബം തകർക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതിനകത്ത് പ്രതികളെ ഇറക്കി വിട്ട പോലീസല്ലല്ലോ, കോടതിയിൽ നിന്ന് അയാൾക്ക് ജാമ്യം കൊടുത്ത് ഇറക്കി വിട്ടത്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നതിനകത്ത് കാര്യമില്ല. പക്ഷേ അയാളെ ഇറക്കി വിടണോ വേണ്ടായോ, അയാൾ എത്രത്തിലുള്ള ക്രിമിനലാണെന്ന് കോടതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ സിസ്റ്റം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിലൊരു മജിസ്ട്രേറ്റിന് അയാൾ ഏത് രീതിയിലുള്ള മാനസിക വൈകല്യമുള്ള ആളാണെന്ന് അറിയത്തില്ല. എന്തായാലും ചെന്താമര എന്ന് പറഞ്ഞതൊരു ബോൺ ക്രിമിനലാണ്. യാദർച്ഛ്യമായിട്ടൊരു ക്രൈം ഒരാളുടെ അബദ്ധം കൊണ്ട് പറ്റുന്നത് പോലെയല്ല. ഇയാൾ ക്രൈം ചെയ്യാൻ തീരുമാനിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്ന ആളാണ്, അതിനകത്ത് വിനോദം കണ്ടെത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് അതിനകത്ത് വിനോദം കണ്ടെത്തുന്നതുകൊണ്ട് അതിന് കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തും. ഒരു മാനസിക രോഗിയുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ 2019 സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കൊലപാതകം നടന്ന സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും, സുധാകരൻ്റെ ഭാര്യയായിരുന്നല്ലോ, ഇയാളുടെ അയൽവാസിയായിരുന്നു. അപ്പോൾ അയൽവാസി എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ലോറി ഡ്രൈവറായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ വീട്ടിൽ ഇയാൾ ഭാര്യയുമായിട്ട് സംശയരോഗമുള്ള ആൾ, ഭാര്യയെ നിരന്തരം മർദ്ദിക്കുന്ന ആൾ. ഈ നിരന്തരം മർദ്ദിക്കുമ്പോൾ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരാളെ ഭാര്യയെ ഉപദ്രവിക്കുന്നതൊക്കെ എത്ര ക്രൂരമായിട്ടായിരിക്കും. അവർ ഓടി ചെന്നിട്ട് ഈ വീട്ടിൽ അഭയം പ്രാപിക്കും. അപ്പോൾ ഒരാൾ, നമ്മുടെ ലോകത്തുള്ള ഒരാൾ പ്രാണരക്ഷാർത്ഥം വീട്ടിലോട്ട് ഓടി വരുമ്പോൾ എന്ത് ചെയ്യാനൊക്കെ, ഇപ്പോൾ അഭയം പ്രാപിക്കുമ്പോൾ അത്രയും സമയം ഒരു പക്ഷേ ആ സ്ത്രീ അവിടെ ഇരിക്കുന്നതിന് വേണ്ടി അനുവദിക്കുമായിരിക്കും. അത് മനുഷ്യത്വമുള്ള ഏത് മനുഷ്യനും ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇയാളുടെ കഥ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത്, പോലീസ് പറയുന്നത്, മാധ്യമങ്ങൾ പറയുന്നത്, നമ്മളീ പറയുന്നില്ല കൂടോത്രം എന്നൊക്കെ പറയുന്ന സാധനം, അങ്ങനെ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ജ്യോത്സ്യത്തിൽ അന്ധവിശ്വാസിയാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യയുമായിട്ട് പിണങ്ങുന്നത് ഇവൻ്റെ ഗുണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവൻ്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്, ഇവൻ്റെ മദ്യപാനം കൊണ്ടാണ്, ഇവൻ്റെ മർദ്ദനം കൊണ്ടാണ്. അപ്പോൾ ഭാര്യ പിണങ്ങിപ്പോകുന്നതിൻ്റെ കാരണം തിരക്കി ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നു, മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു. മന്ത്രവാദി പറയുന്നത്, മന്ത്രവാദിയും ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മനുഷ്യൻ ചെന്നാലും അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടെന്ന് വരുത്തുക. കുഴപ്പങ്ങൾക്ക് പരിഹാരം കാണുന്ന ആളാണല്ലോ. കുഴപ്പമില്ലാത്തവന് പരിഹാരം വേണ്ടല്ലോ. അപ്പോൾ ആ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഏത് മനുഷ്യൻ ചെന്നാലും പറയും, ഒന്നുകിൽ നിങ്ങൾക്ക് വീട്ടിൽ ആകെപ്പാട് വീട്ടിൽ പ്രശ്നമില്ലാത്ത ഒരാളും കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്, മിക്കവാറും ആരോഗ്യമുള്ളവരെല്ലാം സ്ത്രീയുമായിട്ട് ബന്ധം കാണും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട്. ഇത് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഇവർ പറയുമ്പോഴതിനെ ആഴത്തിൽ പരിശോധിക്കും. ആദ്യം നമുക്ക് തോന്നും ഒന്നും ഇല്ലെന്ന്, പിന്നെ മൂത്ത ചെറുക്കനായിട്ട് നമുക്ക് എന്തോ ഇന്നലെ ഒരു വഴക്കൊക്കെ ഉണ്ടായി, പിന്നെ വീട്ടിൽ പ്രശ്നമുണ്ടാകും, വീട്ടിലാണ്ട് പതിനഞ്ചാന്ന് ഭാര്യ എൻ്റെ അടുത്ത് ഒരു വഴക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ ഇവൻ എങ്ങും തൊടാതെ ഒരു കാര്യം പറയും. ഇപ്പം ഇവൻ ചെന്നപ്പോഴും പറഞ്ഞു, തലമുടി വളർത്തിയ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബജീവിതം നശിപ്പിച്ചത്. അപ്പം നോക്കിയപ്പോൾ ഈ സജിത എന്ന് പറഞ്ഞ സ്ത്രീയുടെ തലമുടി വളർത്തി. അപ്പോൾ തീരുമാനിച്ചു, അപ്പോൾ ഇവൻ സൈക്കോയാണ്. അപ്പോൾ അവൻ തീരുമാനിച്ചു, ഇവരെ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു. വെട്ടിക്കൊന്നു, ഇയാൾ അകത്തു പോയി. അപ്പം ഈ സജിത എന്ന് പറയുന്ന ആളാണ് ഇതിന് തീരുമാനിച്ച് അവനെ വെട്ടിക്കൊന്ന് ആ കാര്യം, അല്ലെങ്കിൽ അത് അവിടെ തീരേണ്ടതല്ലേ. അപ്പോൾ ഇയാൾ ജയിലിൽ പോയി കിടക്കുകയാണ്. ഇയാൾ ജയിലിൽ പോയി കിടക്കുമ്പോൾ 5 കൊല്ലം ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം ഇയാൾക്ക് പിള്ളേർ കാണും, അല്ലെങ്കിൽ മരുമക്കൾ കാണും, എന്തുവായാലും തന്തയാണല്ലോ, എത്ര ക്രൂരത ചെയ്താലും ആ ഒരു വശം ചിന്തിക്കുമ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ ഇറങ്ങി വരുമ്പോൾ ശരിയായി പോകണമെന്നുണ്ടല്ലോ, ഇവരുടെ ബന്ധുക്കൾ ഇയാളെ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇയാൾ മാനസിക വൈകല്യമുള്ള ആളും, അല്ലെങ്കിൽ ഇയാളൊരു മാനസിക രോഗി ആയതുകൊണ്ടും അയാളുടെ പ്രശ്നത്തിന് കാരണം സജിതയാണെന്ന് കണ്ട് അവിടെ തീരുവല്ല, വീണ്ടും അതിൻ്റെ പ്രശ്നക്കാരെ തിരക്കുകയാണ്. കാരണം അയാളുടെ ആവശ്യം പിന്നെ പഠിക്കുമ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് കൊല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇയാൾ ആൾക്കാരെ വെട്ടി ഞുറുക്കുമ്പോൾ അവരുടെ പ്രാണവേദനയും അവരുടെ ദേഹത്തുനിന്ന് തെറിക്കുന്ന ചോരയുടെ മണവും ആസ്വദിക്കുന്നവൾ, ആ ചെയ്യുന്ന ചെയ്ത്തിക്കകത്ത് യാതൊരു മനസ്താപവും ഇല്ലാത്ത ആൾ, അത് ശരിയാണെന്ന് കൂടുതൽ തന്നെത്താനെ ബോധ്യപ്പെടുത്തി അതിനകത്ത് ആത്മനിർവൃതി പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സൈക്കോയാണ് അയാളെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉണ്ടായേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള മാനസിക രോഗികളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവർ ഇതുപോലെ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഇത് സജിതയ്ക്ക് ശേഷം അയാൾ കൊല്ലാൻ ആൾ വരുമ്പം 75 വയസ്സുകാരിയാണ് ഇന്ന് കൊന്ന ഈ സജിതയുടെ ഭർത്താവിൻ്റെ സുധാകരൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ 75 വയസ്സുള്ള സ്ത്രീ എന്തോ, സുധാകരന് 54, അയാൾക്ക് പിന്നെയും ആരോഗ്യം ഉണ്ടെന്ന് നോക്കുക. ഈ 75 വയസ്സുള്ള സ്ത്രീ എങ്ങനെയായിരിക്കും നടക്കുന്നത് പോലും, അല്ലെ അവരെയൊക്കെ കൊല്ലാൻ എന്തോ പാട്, തെള്ളിയിട്ടാൽ ചത്തു. അപ്പോൾ അവരെയും വെട്ടിക്കൊല്ലുക, മറ്റേ വെട്ടിക്കൊല്ലുക. പിന്നെ ഇതിനകത്ത് നമ്മളുടെ സംവിധാനങ്ങൾക്കകത്ത് വലിയ പോലീസിനെ പഴിച്ചേ ഒക്കത്തുള്ളൂ.
പോലീസിനെ പഠിച്ചു നോക്കത്തുള്ളൂ എന്ന് പറയാം. ഇയാൾക്ക് ജാമ്യം കൊടുത്തപ്പോൾ ഇയാളൊരു കൊടും ക്രിമിനലാണ്, അത്തരത്തിലുള്ള ഒരു വശമുള്ള ആളാണെന്ന് കൊണ്ടുതന്നെ ജാമ്യ വ്യവസ്ഥ ഉണ്ടാക്കി. ഇയാൾ ആ ഗ്രാമത്തിൽ കയറാൻ പാടില്ല, അയാളുടെ വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഈ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരുടെ വീട്ടിൽ ചെല്ലാൻ പാടില്ലാണ് ഈ മരിച്ചുപോയ സ്ത്രീയുടെ. ഇയാൾ നിരന്തരം അവിടെ ചെന്നു, മൂന്നാല് വട്ടം ചെന്ന് അവിടെ ഭീഷണിപ്പെടുത്തി. ഇനിയും ബാക്കിയുള്ള 2 പെൺമക്കളുണ്ട്, ഒന്നിന് 21 വയസ്സും ഒന്നിന് 18 വയസ്സോ അല്ലെങ്കിൽ 23 വയസ്സോ കണ്ട. എന്തായാലും പ്രായം നമുക്ക് കൃത്യം അറിയത്തില്ല, എന്തായാലും കുഞ്ഞുങ്ങളാണ്, ഇത്രയും പ്രായമേ ഉള്ളൂ. 23 വയസ്സിനപ്പുറം 2 പിള്ളേരും പോകുന്നില്ല. അവരുടെ അടുത്ത് ചെന്നു, ആ പിള്ളേർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. SHO അടിച്ച് പറഞ്ഞു, SHO പറഞ്ഞു ഞങ്ങൾക്ക് ഒരാൾ കുറ്റം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ എന്നും പിടിച്ച് ജയിലിടാനൊക്കൂ. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ലേ. ആ പോലീസിനെ ഇയാൾ ആണെന്നറിയാം, അയാൾ അവിടെ ലംഘിച്ച് താമസിക്കാൻ വേണ്ടി പോലീസ് അറിഞ്ഞിട്ടും പോലീസ് അതിന് അവസരം ഒരുക്കി കൊടുത്തില്ലേ. അയാൾക്ക് അവിടെ താമസിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയും അയാളുടെ ചെയ്തികൾ നാട്ടുകാരും പോലീസും പലവട്ടം ഡിപ്പാർട്ട്മെൻറ്റ് ധരിപ്പിച്ചിണക്കുകയും അത് ആ പെൺകുട്ടികൾ സ്വന്തം അച്ഛനെ കൊല്ലാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അമ്മൂമ്മയെ കൊല്ലാൻ സാധ്യതയുണ്ട്. പെൺകുട്ടികൾ വ്യക്തത വരുത്തി ഞങ്ങളുടെ വീട്ടിൽ 2 വട്ടം വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ പോലീസും അതിനകത്ത് തിരിഞ്ഞു നോക്കാതെ വന്നുകൊണ്ടാണ് ഈ ദാരുണമായ കൊലപാതകം നടന്നത്. ഇപ്പോൾ പോലീസ് ആഘോഷിക്കുന്നുണ്ട്, ഞങ്ങൾ 2 ദിവസത്തേക്ക് പിടിച്ചെന്ന്. 2 ദിവസത്തേക്കാവും ഈ ക്രിമിനലിനെ പിടിക്കാനൊക്കും. ഇയാൾ ക്രിമിനലാണെന്ന് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന കാര്യത്തിന് ഒരേ പാറ്റേൺ ആണ്. 2019 ഇയാൾ ചെയ്ത ക്രൈമിന് ശേഷം ഇയാളെ പിടിക്കുന്നത് പോലീസിന്റെ മിടുക്കൊണ്ടൊന്നുമല്ല. ഇയാൾ വലിയ ക്രിമിനലാണ്, ഇയാൾ അതിവിദഗ്ധനാണ്. ഇയാൾ കാട്ടിൽ കയറിയ ഇയാളെ പിടിക്കാനൊക്കത്തില്ല. എത്ര പോലീസ് നിന്നാലും പിടിക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് വിദഗ്ധമായിട്ട് കാടിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒളിച്ചിരിക്കാൻ പറ്റുന്ന, സാധാരണ മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കാൻ കഴിവുള്ളതാണ്. ഇപ്പോഴാവും പിടിച്ചപ്പോഴും പറഞ്ഞു, പോലീസ് എൻ്റെ വട്ടം നടന്നല്ലോ, എൻ്റെ കീഴിൽ കൂടെ വട്ടം നടന്നല്ലോ, എന്നെ കണ്ടില്ല കാട്ടിനകത്ത്. പക്ഷേ ഇയാൾക്കൊരു വൈകല്യമുണ്ട്, വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല. 2019 പോലീസിന് അവരുടെ വീട്ടുകാർ കൊടുത്ത ഇൻഫർമേഷനാണ്, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട, അയാൾ കാടിറങ്ങിയിരിക്കും. കാടിറങ്ങാൻ കാരണമെന്ന് പറഞ്ഞാൽ എന്തും സഹിക്കും ചെന്താമര, പക്ഷേ വിശപ്പ് സഹിക്കത്തില്ല. അങ്ങനെയാണ് 2019 ഇയാളെ പിടിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. 48 മണിക്കൂർ ഒരുപക്ഷെ എന്തെങ്കിലും ആ കാട്ടിൽ നിന്ന് ഭക്ഷിച്ച് തൽക്കാലം അടക്കിയ ചെന്താമരയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വന്നപ്പോൾ മരിക്കുന്നത് പോലും പുള്ളിക്ക് അല്ലെങ്കിൽ മരണത്തിനെ പോലും പുള്ളിക്ക് ഭയമില്ല, വിശപ്പ് സഹിക്കാൻ വയ്യാത്തവൻ. അതുകൊണ്ട് അവിടെ പാത്തിരുന്നു. ഷാഡോ പോലീസിൽ മനഃശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്യേണ്ട കഥാപാത്രമാണ്. പിന്നെ കൊടും ക്രിമിനലാണ്. അപ്പോൾ ഒരേ പാറ്റേൺ ആണ്. അപ്പൊ ഇയാള് ഈ ഒരേ പാറ്റേൺ വിശപ്പിനല്ല, കൊലപാതകത്തിനുണ്ട്. ഇനിയും ചെന്താമര ഇറക്കി വിട്ടു നോക്ക്. ചെന്താമര ഇനി ഇറക്കി വിട്ടാൽ ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും കൊല്ലും. അവരെ കൊണ്ടിട്ട് വീണ്ടും ചെന്താമര ഇറക്കി വിട്ടു നോക്ക്. ചെന്താമര ഇറക്കിയാൽ അയാൾ വേറെ കാരണം കണ്ടെത്തും. കാരണം അയാൾക്ക് കൊന്നുകൊണ്ടേയിരിക്കണം. അയാൾ കോടതിയിൽ ചെന്ന് എന്താണ് പറയുന്നത്? പകയുണ്ടായിരുന്നല്ലോ, അതാണല്ലോ പറയുന്നത് മെയിനായിട്ടല്ലേ. ഈ പക ഇത്രേ ഉള്ളൂ. ഇയാളുടെ ഭാര്യയ്ക്ക് അഭയം കൊടുത്തു. അതിന് കാരണം അയാളുടെ ഭാര്യ പോകാൻ കാരണം സാർ, ഈ ക്രിമിനൽസ്, സംശയരോഗമുള്ളവർ അല്ലെങ്കിൽ ക്രിമിനൽസ് അവരുടെ ചെയ്തികൾക്ക് അവർ കാരണങ്ങൾ കണ്ടെത്തും. സാറിനൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവണം, എന്നാലേ ചെയ്യാനൊക്കത്തുള്ളൂ. കാരണമില്ലാതെ സാറിന് ഒരു പ്രവൃത്തിയും ചെയ്യാനൊക്കത്തില്ല. കാര്യമില്ലാതെ സാറിന് ഒരു പ്രവൃത്തിയും ചെയ്യാനൊക്കത്തില്ല. അത് ക്രിമിനൽസിനും ഉണ്ടാവണം. അവരതിനു വേണ്ടിയുള്ള ഒരു പാറ്റേൺ ഒരുക്കും, മനസ്സിലൊരുക്കും. മനസ്സിലാണ്ട്? ഇനിയും ഇതേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പിള്ളേരെ കൊന്നു കഴിഞ്ഞാൽ വേറെ കാരണം ഉണ്ടാക്കും. അയലൊക്കത്തെ അവള് അന്ന് എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ചിരിച്ചു, അല്ലെങ്കിൽ അവൾ ഈ പിള്ളേർക്ക് കൂട്ടുനിന്നു. അതിനുശേഷം പിന്നവൻ കണ്ടെത്തുമ്പോൾ ഇതിനകത്ത് പോലീസുകാരുടെ ലിസ്റ്റ് വരെ അവൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വളരെ ഇപ്പം പറയുന്നുണ്ട്. കൊല്ലാൻ തീരുമാനിച്ചതിനകത്ത് അവനെ നേരത്തെ 2019 പിടിച്ച പോലീസ് അല്ലെങ്കിൽ അങ്ങനത്തെ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് അറിയത്തില്ല, കാണാം. അപ്പം ഇതാണ് ആ ക്രിമിനൽ. ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത്, ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായിട്ടുള്ള ഈ അനാസ്ഥയുണ്ട് പോലീസിന്റെ. അനാസ്ഥ പോലീസ് ഒരുപക്ഷെ കുറച്ച് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് കഴിയുന്നത് കൊണ്ട് പോലീസ് ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തായിരുന്നെങ്കിൽ, ഇയാളുടെ ജാമ്യം ക്യാൻസൽ ചെയ്ത് ഇയാളെ അകത്തിട്ടായിരുന്നെങ്കിൽ ഈ 2 ജീവൻ വളരെ നിസ്സാരമായിട്ട് ആ പോലീസിനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ പോലീസ് വലിയ കാര്യമൊക്കെ പറയുന്നു, ഞങ്ങൾ 48 മണിക്കൂറിനകം ഞങ്ങളുടെ SP പറഞ്ഞതുപോലെ ക്രിമിനലിനെ പിടിച്ചു. 48 മണിക്കൂർ കൊണ്ട് പോലീസിന്റെ കഴിവുകൊണ്ടൊന്നും ഇയാളെ പിടിച്ചതല്ല. അയാൾക്ക് വിശക്കുമ്പോൾ അയാൾ ഇറങ്ങി വരും, എവിടെ ഇരുന്നാലും പിടിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവും. 2019 വരാൻ സാധിച്ചത് ഇപ്പൊ ഈ 2 കൊല നടത്തിയിട്ടും അത് തന്നെയാണ് സാധിക്കുന്നത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ചെന്താമര പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വെളിയിൽ വരണ്ട, 100 കൊല്ലം ശിക്ഷിച്ചോളൂ, എനിക്കാരെയും കാണണ്ട, ഞാൻ
സംതൃപ്തിയിലാണ്. ഞാൻ ചെയ്ത കാര്യത്തിനകത്ത് എനിക്കൊരു കുറ്റബോധവുമില്ല. അത്തരത്തിൽ ഒരു ക്രിമിനൽ പറയുമ്പോൾ അവനെ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ ക്രിമിനലിനെ വെളിയിൽ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ സംവിധാനവും വേണ്ട രീതിയിൽ ഇടപെടണം. അല്ലാതെ ആർക്കാണ്ട് വേണ്ടിയും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയും ഇരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോലീസ് സംവിധാനവും അല്ലെങ്കിൽ ഈ ആശുപത്രി പോലുള്ള സംവിധാനവും പൊതുജനത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സംവിധാനവും ഒക്കെ പോയാൽ ഇതുപോലെ ചെന്താമരകൾ വിലസുന്ന ഒരിടമായിട്ട് അല്ലെങ്കിൽ മാനസിക രോഗികൾ വിലസുന്ന ഒരിടമായിട്ട് കേരളം മാറും. അതിനകത്ത് ആ പോലീസിന്റെ ഉത്തരവാദിത്തം വൃത്തിയായിട്ട് നിർവഹിച്ചായിരുന്നെങ്കിൽ ഈ 2 ജീവൻ നിലനിർത്തുമായിരുന്നു. ഇതുപോലുള്ള ഒരു കൊലപാതകം നമ്മൾ ഓർമ്മിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ മാനസിക രോഗികളുടെ കേഡർ ജെൻസൺ രാജ്, സാറിന് ഓർമ്മയുണ്ടാവും. സ്വന്തം അമ്മയും അച്ഛനെയും പറയുന്ന പോലെ അമ്മൂമ്മയാന്ന് തോന്നുന്നു, അമ്മൂമ്മ തന്നെ, അവരെയും കഴുത്തറുത്ത് കൊന്നു. അവൻ ഇതുവരെ ക്രിമിനലാ. അവനെ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. കാരണം അവൻ ചെയ്തതിനകത്ത് ഒരു ശരികേടുമില്ലെന്ന് അവൻ പറയുന്നത്. അവൻ ഈ ആന്റി ക്രൈസ്റ്റ്, അതായത് പിശാചുക്കളെ, തിരുവനന്തപുരത്ത് എന്നുള്ള ഡോക്ടറായിരുന്നു, പിശാചുക്കളെ ആരാധിക്കുന്ന ഒരു പയ്യനാണ്. അത് വായിച്ച് അവനിപ്പോഴും ആ മാനസികാവസ്ഥയിലാണ്. അപ്പൊ അവന്റെ സങ്കല്പത്തിൽ അവൻ ഇവിടുത്തെ ജീവിതം നരകതുല്യമായ ജീവിതം എന്തുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. അവൻ ആ നരകതുല്യമായ ജീവിതത്തിൽ നിന്നും സ്വന്തം മാതാവിനെയും പിതാവിനെയും അവൻ ഏറ്റവും സ്നേഹിക്കുന്ന അവന്റെ അമ്മൂമ്മയും കഴുത്തറുത്ത് കൊന്ന ആത്മാവിനെ വിടുതലുണ്ടാക്കുക. അവൻ ഇതുവരെ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി അവനെ ഇറക്കി വിടാമെങ്കിൽ അവന് വേണ്ടപ്പെട്ടവരെ അവൻ ഇതുപോലെ കൊല്ലും. അവൻ മാനസിക രോഗിയാ. അവന് ചെയ്യുന്ന പ്രവൃത്തി അവൻ നല്ല പ്രവൃത്തിയാണ്. ഒരാൾക്ക് മോക്ഷം കൊടുക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മോശമാണ്. ദൈവം നമ്മുടെ ഹിന്ദു സങ്കല്പം അനുസരിച്ച് ദൈവങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ. അപ്പം മാനസിക രോഗികളെ തിരിച്ചറിയുക, ഇതുപോലുള്ള ക്രിമിനൽസിനെ തിരിച്ചറിയുക. ഒരു പക്ഷേ അബദ്ധവശാൽ ഒരു സാഹചര്യത്താൽ ഒരു തെറ്റ് പറ്റുന്നവനെ അതേ രീതിയിൽ കാണുക. ആ രീതിയിലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഈ ഒരാൾ പറയുന്ന പരാതിയുടെ ഗൗരവം ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലി കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി പോലീസ് മാറുന്ന നന്നാവും. ഇതിനകത്ത് പോലീസിൻ്റെ അനാസ്ഥ കൃത്യമായിട്ടുണ്ട്. പ്രതിയെ 48 മണിക്കൂർ കൊണ്ട് പിടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് അനാസ്ഥ മറയ്ക്കുവാൻ നോക്കണ്ട. പോലീസിൻ്റെ അനാസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നേനെ, അല്ലെങ്കിൽ അവർക്ക് അമ്മൂമ്മയെങ്കിലും ഉണ്ടായിരുന്നേനെ എന്ന് പോലീസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം.